അപ്പോൾ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഒന്ന് പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് അരിയണം, ബാക്കി കാണിച്ചു തരാം. പാവയ്ക്ക കട്ടി കുറച്ച് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വിനാഗിരി കുറച്ച് ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്ത് വെള്ളമൊക്കെ പോകാൻ. ഒത്തിരി കയ്പുണ്ടെങ്കിൽ ഓവർ കയ്പ് ഒക്കെ അങ്ങ് പോയി കിട്ടുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് പാവയ്ക്ക പിഴിഞ്ഞെടുത്താണേ, അതിട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പാവയ്ക്ക കുറച്ച് വാടിയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു ചുമന്ന കളർ വന്ന് തുടങ്ങി. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറേ വറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ കോരിയെടുക്കുക. ഈ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉലുവയും കുറച്ച് കായപ്പൊടി ഇട്ടോ. ഒരു നുള്ളു ലേശെടുത്തിട്ടുള്ളൂ. ഉലുവ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേ. ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നന്നായിട്ട് മൂപ്പിക്കാം. മൂത്ത് കഴിയുമ്പോൾ വിനാഗിരി ഒഴിക്കുക. ഉപ്പ് ചേർക്കാം കേട്ടോ.
ഇത് തിളയ്ക്കാൻ തുടങ്ങിയ പാവയ്ക്ക ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണതാണ് കേട്ടോ, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. കുറച്ച് ചാറായിട്ടാണ് വെച്ചത്. ചാറ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അച്ചാറിൻ്റെ ചാറ് സച്ചുവിന് പ്രത്യേകിച്ചും. അച്ചാറുണ്ടെങ്കിൽ അവന് കൂടുതലും ചാറ് കഷ്ണം കൂട്ടില്ല, ചാറാണ് അവൻ കൂട്ടുക. പാവയ്ക്ക ആയതുകൊണ്ട് കൂട്ടുമെന്ന് അറിയില്ല. ഉപ്പുണ്ടെന്നോ? ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാതെ. ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുമ്പൊന്നും ഉണ്ടാക്കി പരിചയമില്ല, പക്ഷേ ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കയ്പൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇത്രയും ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ നല്ല ടേസ്റ്റായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. അച്ചാറിട്ടത് തണുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടതാ. അന്നേരം നല്ല ചാറുണ്ടായിരുന്നു, പക്ഷേ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ചാറില്ല, അത്യാവശ്യം ചാറുണ്ട്, എന്നാലും അന്നേരം നല്ല ലൂസായിട്ടിരുന്ന. ഇപ്പം നോക്ക് നല്ല കുറുകി നല്ല കൊഴുത്തിരിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുപ്പിയിലാക്കി വെക്കണം. കണ്ടോ?